ഹലോ, ഞാൻ നമ്മുടെ ഏദൻതോട്ടത്തിലെ ലത. ഞാൻ ഈ പൂവ് കണ്ടോ, എന്ത് ഭംഗിയല്ലേ. ഇത് ഈ മുൾച്ചെടിയിലുണ്ടായ പൂവാണ്. ഇതെന്താണെന്നറിയാമോ? ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് ഞാൻ പണ്ട് ഇതിൻ്റെ ഒരു ഫ്രൂട്ട് റോഡിലൊന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു ടേസ്റ്റും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് നമ്മുടെ തോട്ടത്തിൽ നടുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് നിർബന്ധിച്ച് ഇതിൻ്റെ ഒരു പീസ് തന്നിട്ട് കൊണ്ട് നട്ട് നോക്കുക എന്ന് പറഞ്ഞു. ഞാൻ മനസ്സോടുകൂടിയാണ് അതിനെ കൊണ്ടുവന്ന് ഒരു മൂലയിൽ വേണ്ട എന്ന് വെച്ചിട്ടിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അതിൽ ഒരു കുഞ്ഞു കായ കിട്ടി. അത് പറിച്ച് കഴിച്ചപ്പോൾ എൻ്റെ പൊന്നോ, എന്താ ഒരു ടേസ്റ്റ്! പറയാൻ പറ്റാത്തൊരു ടേസ്റ്റായിരുന്നു. പിന്നെയാണ് ഞാൻ ഇതിനെ കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കുറച്ച് ശ്രദ്ധിച്ച് കുറച്ച് കെയർ ചെയ്ത് ഇപ്പോൾ ഒരു 3-4 ചുവട് വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും നിറയെ കായ്കളും ഉണ്ട്. ഇതാ കണ്ടോ, അവിടെയൊക്കെ നിറച്ച് കായ്ച്ച് നിൽപ്പുണ്ട്. പൂവ് തന്നെ എന്തൊരു ഭംഗി! ചില ദിവസങ്ങളിൽ ഇവിടെ വരുമ്പോൾ നിറയെ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ചുറ്റിനും നിറച്ച് തേനീച്ച. ഇന്നിപ്പോൾ മഴ ആയതുകൊണ്ടായിരിക്കും ഇതിനകത്ത് തേനീച്ചകളൊന്നും കാണുന്നില്ല. അല്ലെങ്കിൽ നിറച്ച് തേനീച്ചകളാണ്. ഈ ഫ്രൂട്ട്സിനിപ്പം നല്ല വിലയുണ്ട്. ഇങ്ങനെ നമ്മളെപ്പോലെ ഓർഗാനിക്കായിട്ട് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിച്ചു തുടങ്ങിയപ്പോൾ ആൾക്കാർ ഇതിന് നല്ല ഡിമാൻഡ് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ ഫ്രൂട്ട്സും ഒരു മിനിമം അര കിലോയ്ക്ക് മുകളിൽ. ഞാനിവിടെ ഇത് കൊടുക്കുന്നത് കിലോ 250 വെച്ചാണ് കൊടുക്കുന്നത്. ഇവിടെ നല്ല പഴുത്തത് ഒരെണ്ണം നിൽപ്പുണ്ട്. നമുക്കതിനെ പറിച്ച് കട്ട് ചെയ്ത് നോക്കാമോ? അപ്പം അതൊക്കെ ഒന്ന് കറക്കി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ മുള്ളായത് കാരണം നമ്മുടെ കയ്യിലൊക്കെ മുള്ളുള്ളൂ. കട്ട് ചെയ്ത് നോക്കാമോ? ഇത് അവിടെ വിളവെടുപ്പിനൊക്കെ ധാരാളം നിൽപ്പുണ്ട്. നാളെ നമുക്കൊരു വിപണിയുണ്ട്. അപ്പോൾ അവിടെ കൊടുത്താൽ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് ആൾക്കാർ കാത്തു നിൽക്കും. ശനിയാഴ്ചയല്ലേ, ശനിയാഴ്ച രാവിലെയാണ് വിപണി. അവിടെ കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം നമുക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തതാണ്. എനിക്ക് നല്ല ടേസ്റ്റ് അറിയാം. എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ കളറും ഒക്കെ ഒന്ന് കാണണ്ടേ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. 2 രീതിയിൽ കട്ട് ചെയ്യാം. ഒന്ന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വകഞ്ഞ് ഇട്ട് പതുക്കെ ഒരറ്റത്തുനിന്ന് ഇതിനെ ഇങ്ങോട്ട് താഴോട്ടെടുക്കുക. ഇങ്ങനെയും കട്ട് ചെയ്യാം. അല്ലെങ്കിൽ പീസാക്കി ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് അതിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. വേണ്ട, എന്തൊരു കളർ! ആ കളറിന് തന്നെ ഒരു പ്രത്യേക ഭംഗിയില്ലേ. സൂപ്പർ മധുരം. കൊതി വരുന്നുള്ളൂ എനിക്ക്. തരാം, കൊതിക്കണ്ട. നമ്മളെ ക്യാമറമാൻ നിന്ന് വെള്ളം ഇറക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരി, എല്ലാവർക്കും നമ്മുടെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടപ്പെട്ടെങ്കിലേ വീഡിയോ ഒക്കെ കണ്ടിട്ട് പിന്നെ എന്തൊക്കെയോ എല്ലാവരും പറയുമല്ലോ, സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. എൻ്റെ വായിലെ പല്ലൊക്കെ പോയിരിക്കുന്നുണ്ടേ, അതെല്ലാം അങ്ങോട്ട് പുറത്തോട്ട് വരില്ല. അപ്പോൾ എല്ലാവരും അറിഞ്ഞ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തേക്കണേ. ബായ്. അടുത്ത് വീണ്ടും വരും കേട്ടോ ഞാൻ.